ബ്ലസ്സി സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച കുടുംബ ചിത്രങ്ങളിലൊന്നാണ് കാഴ്ച. 2004 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. പ്രശസ്ത സംവിധായകനായ ബ്ലസ്സിയുടെ ആദ്യ സംരംഭമായിരുന്നു ഈ ചിത്രം. ഈ സിനിമയുടെ തിരക്കഥാകൃത്തും ബ്ലസ്സി തന്നെയായിരുന്നു. പത്മരാജൻ, ലോഹിതദാസ്, ജയരാജ് തുടങ്ങിയ പ്രശസ്തരായ നിരവധി സംവിധായകരോടൊപ്പം ഏകദേശം 18 വർഷത്തോളം സഹസംവിധായകനായി പ്രവർത്തിച്ച ശേഷമാണ് ബ്ലസ്സി കാഴ്ചയിലൂടെ ഒരു സ്വതന്ത്ര സംവിധായകനായി മാറുന്നത്. ഈ സിനിമയുടെ പ്രധാനപ്പെട്ട കഥാതന്തു ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്ന് കുടുംബം നഷ്ടപ്പെട്ട് കേരളത്തിലെത്തുന്ന ഒരു ആൺകുട്ടിയുടെയും അവനെ സംരക്ഷിക്കുന്ന മാധവൻ എന്ന നാട്ടിൻപുറത്തുകാരൻ്റെയും കഥയാണ്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി. കൂടാതെ ഈ ചിത്രം മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ള പുരസ്കാരവും നേടിയിട്ടുണ്ട്. 2001 ഗുജറാത്ത് ഭൂകമ്പത്തിൽ കുടുംബം നഷ്ടപ്പെട്ട് കേരളത്തിലെത്തുന്ന പവൻ എന്ന ചെറിയ ആൺകുട്ടിയെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. നാട്ടിലെ ഫിലിം പ്രൊജക്ഷനിസ്റ്റായ മാധവൻ അവനെ കണ്ടുമുട്ടുകയും സ്വന്തം മകനെ പോലെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഫിലിം പ്രൊജക്ഷനിസ്റ്റായ മാധവൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത്. മാധവന്റെ ഭാര്യ ലക്ഷ്മിയായി അഭിനയിച്ചത് പത്മപ്രിയയാണ്. പത്മപ്രിയയുടെ ആദ്യ മലയാള സിനിമയാണിത്. ഗുജറാത്തി ബാലനായ പവൻ അഥവാ സിനിമയിൽ അത് പ്രസിദ്ധനാവുന്നത് കൊച്ചുണ്ടാപ്രി എന്ന പേരിലാണ്. കൊച്ചുണ്ടാപ്രി എന്ന മികച്ച കഥാപാത്രത്തെ മികവുറ്റ അഭിനയത്തോടെ അവതരിപ്പിച്ചത് യശ് മാളവ്യ എന്ന കുട്ടിയാണ്. സനുഷ മാധവന്റെ മകൾ അമ്പിളിയായി ഇതിൽ അഭിനയിച്ചു. അഴകപ്പനാണ് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. മികച്ച നവാഗത നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടിയിട്ടുണ്ട്. ഒരു കൊച്ചു ആൺകുട്ടിയുടെയും ഒരു കുടുംബവും അവർ തമ്മിലുള്ള ഹൃദയബന്ധവും ഭൂകമ്പം പോലുള്ള ദുരന്തങ്ങൾ മനുഷ്യജീവിതത്തിൽ എത്തരത്തിലാണ് ആഘാതം സൃഷ്ടിക്കുന്നത് എന്നുമാണ് ഈ സിനിമ പറയുന്നത്. കാഴ്ച എന്ന ഈ സിനിമയിലെ പവൻ എന്ന കഥാപാത്രം അഥവാ കൊച്ചുണ്ടാപ്രി എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഒരു നൊമ്പരമായി നിലനിൽക്കുന്ന കഥാപാത്രമാണ്. ഗുജറാത്ത് ഭൂകമ്പത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഭാഷ പോലും അറിയാത്ത ഒരിടത്ത് ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ നിസ്സഹായ അവസ്ഥയും നിഷ്കളങ്കതയുമാണ് ഈ കഥാപാത്രത്തിന്റെ പ്രധാന സവിശേഷത. മലയാളം അറിയാത്ത പവനും ഗുജറാത്തി അറിയാത്ത മാധവനും തമ്മിലുള്ള ബന്ധം വാക്കുകൾക്കപ്പുറമായിരുന്നു. ആംഗ്യങ്ങളിലൂടെയും സ്നേഹത്തിലൂടെയും അവർക്കിടയിൽ ഉടലെടുത്ത ആത്മബന്ധം സിനിമയുടെ തന്നെ ജീവനാണ് എന്ന് പറയാം. വലിയൊരു പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ചെത്തിയെങ്കിലും തൻ്റെ വേരുകൾ തേടിയുള്ള അവന്റെ യാത്രയും ഒടുവിൽ നേരിടേണ്ടി വരുന്ന വിധി വൈപരീത്യവും പ്രേക്ഷകരെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. കൊച്ചുണ്ടാപ്രി എന്ന പേര് മാധവന്റെ മകൾ അമ്പിളി അവന് നൽകുന്നതാണ്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ കഥയെ മുന്നോട്ട് നയിക്കുന്നതും പ്രേക്ഷകരെ വൈകാരികമായി തളച്ചിടുന്നതും ഈ കുട്ടി തന്നെയാണ്. സിനിമയുടെ അവസാനം തൻ്റെ കുടുംബത്തെ കണ്ടെത്താനാകാതെ ദുരിതാശ്വാസ ക്യാമ്പിലെ തിരക്കിലേക്ക് അവൻ മറഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ട്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വിങ്ങുന്ന കാഴ്ചകളിൽ ഒന്നാണത്. കാഴ്ച റിലീസ് ചെയ്ത് ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷം 2019 പവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച യശ് മാളവ്യ മമ്മൂട്ടിയെ നേരിട്ട് കാണാനെത്തിയത്. മമ്മൂട്ടിയുടെ ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് അവർ കണ്ടുമുട്ടുന്നത്. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അക്കാലത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ബാലതാരങ്ങളിൽ ഒരാളെ വീണ്ടും കണ്ടതിൽ മമ്മൂട്ടിയും ഏറെ സന്തോഷമുണ്ട് എന്ന് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയുണ്ടായി. ഈ സിനിമയിലെ മാധവൻ എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു മിനിമലിസ്റ്റിക് പ്രകടനങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു കൊച്ചു ഗ്രാമത്തിലെ ഫിലിം പ്രൊജക്ഷനിസ്റ്റായ മാധവനായി മമ്മൂട്ടി മാറുമ്പോൾ അവിടെ ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷമൊന്നും അദ്ദേഹത്തിനില്ല. കാരണം സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, ഒരു കുടുംബനാഥനാണ്. അപ്പോൾ അവരുടേതായ പെരുമാറ്റവും സംസാര ശൈലിയും അദ്ദേഹം തികഞ്ഞ സ്വാഭാവികതയോടെ തന്നെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയിൽ പവൻ എന്ന കുട്ടിയുമായി സംസാരിക്കുമ്പോൾ ഭാഷ ഒരു തടസ്സമാകുന്നില്ല. കാരണം വാക്കുകളേക്കാൾ ഉപരിയായി കണ്ണുകളിലൂടെയും ചെറിയ ചെറിയ പുഞ്ചിരികളിലൂടെയും ആ കുട്ടിയോടുള്ള വാത്സല്യം മമ്മൂട്ടി പ്രകടിപ്പിച്ചു.
പ്രത്യേകിച്ച് കുട്ടി പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ മുഖഭാവങ്ങൾ ഏറെ ഹൃദ്യമായതായിരുന്നു. അമിതമായ അഭിനയമില്ലാതെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഈ ചിത്രത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കുട്ടിയെ തിരികെ കൊണ്ടുവിടാൻ ഗുജറാത്തിലേക്ക് പോകുന്ന രംഗങ്ങളിലും അവിടെ അവൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണുമ്പോഴുള്ള മാധവന്റെ നിസ്സഹായ അവസ്ഥയും പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ അവസാന രംഗത്ത് ക്യാമ്പിനുള്ളിലെ തിരക്കിലേക്ക് കൊച്ചുണ്ടാപ്രയെ വിട്ടു നൽകി മടങ്ങുന്ന മാധവന്റെ മുഖം ആരെയും കരയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാഴ്ച എന്ന ഈ സിനിമയുടെ ജീവൻ തന്നെ മാധവനും പവൻ എന്ന കൊച്ചുണ്ടാപ്രയും തമ്മിലുള്ള ആത്മബന്ധമാണ്. മാധവന് ഗുജറാത്തി അറിയില്ല, അതുപോലെ പവന് മലയാളവും. പക്ഷെ സ്നേഹം എന്ന ഒരേയൊരു ഭാഷയിലൂടെയാണ് അവർ പലപ്പോഴും സംവദിക്കുന്നത്. ആംഗ്യങ്ങളിലൂടെയും നോട്ടങ്ങളിലൂടെയും അവർക്കിടയിൽ ഉടലെടുക്കുന്ന ആ ആത്മബന്ധം വാക്കുകളേക്കാൾ ശക്തമായിരുന്നു എന്ന് തന്നെ പറയാം. സ്വന്തം മകനെ എന്ന പോലെയാണ് മാധവൻ പവനെ സംരക്ഷിക്കുന്നത്. അവന് ഭക്ഷണം നൽകുന്നതും കൂടെ കിടത്തി ഉറക്കുന്നതും സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നതുമെല്ലാം ഒരച്ഛൻ്റെ വാത്സല്യത്തോടു കൂടി തന്നെയാണ്. പവന് തൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ മാധവൻ തയ്യാറാകുന്നതും അതുകൊണ്ടാണ്. പവന്റെ കുടുംബത്തെ കണ്ടെത്താനായി തൻ്റെ ജോലി പോലും മാറ്റിവെച്ച് അവൻ്റെ നാട്ടിലേക്ക്, അതായത് ഗുജറാത്തിലേക്ക് പോകാൻ കാണിക്കുന്ന ആർജവം ആ ബന്ധത്തിന്റെ ആഴത്തെയാണ് വ്യക്തമാക്കുന്നത്. സിനിമയുടെ അവസാനം നിയമപരമായ കാരണങ്ങളാൽ പവനെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വരുമ്പോൾ മാധവൻ അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമമുണ്ട്. പ്രേക്ഷകരെയും അതൊരുപോലെ വേദനിപ്പിക്കുന്നുണ്ട്. തൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടി അകന്നു പോകുന്ന നിമിഷം മാധവൻ എന്ന കഥാപാത്രത്തിന്റെ നിസ്സഹായ അവസ്ഥ മമ്മൂട്ടി മനോഹരമായി അവതരിപ്പിച്ചു. മമ്മൂട്ടി എന്ന വലിയ നടനും യശ് മാളവ്യ എന്ന ബാലതാരവും തമ്മിലുള്ള കെമിസ്ട്രി അത്രമേൽ സ്വാഭാവികമായിരുന്നു. കാഴ്ച എന്ന സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയാണെന്ന് തോന്നിക്കാത്ത വിധം അത്രയും ഹൃദ്യമായിരുന്നു അവരുടെ ഓരോ രംഗങ്ങളും.